ചാക്കോത്തോ എങ്ങോട്ടാ ബാഗും തൂക്കി? ജീവിതം തന്നെ ഒരു യാത്രയല്ലേടോ. കൊള്ളാം, നല്ല മറുപടി. ജീവിതമാകുന്ന യാത്രയിൽ ടിക്കറ്റ് എടുത്ത് എങ്ങോട്ടാണ് എന്റെ ചോദ്യം. സീനിയർ സിറ്റിസനായി എനിക്ക് എന്തിനാടോ ടിക്കറ്റ്? ഇവിടെ താനൊന്നും എന്നെ പറഞ്ഞിട്ട് പോകും, അല്ലെ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും. തന്നെ ഞാൻ എല്ലാറ്റിനും എന്റെ കൂടെ കൂടിയിട്ടുണ്ട്. പക്ഷെ ഈ യാത്രയിലെ ഞാൻ തനിച്ചെന്നെ മതിയല്ലോ. ഇയാളെന്തോ കടുത്ത തീരുമാനമാണല്ലോ. അപ്പച്ചാ, അപ്പച്ചോ, കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു ഇട്ടോണ്ട് ആളിനെ കാണുന്നില്ലയോ? ഇത് എവിടെ പോയി കിടക്കുന്നത്? അപ്പച്ചാ, അപ്പച്ചോ. സൈനു, അപ്പച്ചനെ ഞാൻ ഇവിടെ എല്ലായിടും നോക്കി, ആളിനെ കാണുന്നില്ല. രാവിലെ കട്ടൻ ചായ എന്റെ അടുത്ത് ഇട്ടോണ്ട് വരാൻ പറഞ്ഞു. ഞാനേ അപ്പച്ചന്റെ റൂമിലെല്ലാം പോയി നോക്കി, ബാഗും ഇല്ല, തുണികളും ഇല്ല, ഒന്നുമില്ല. അപ്പച്ചനെയും കാണുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്. രാവിലെ ഞാൻ ഇവിടെ കണ്ടതാണല്ലോ, പറയാതെ എവിടെ പോയി? പിന്നെ തുണിയൊക്കെ എടുത്തോണ്ട് പോയോ? തുണിയൊക്കെ എടുത്തോണ്ട് പോയെങ്കിൽ പിന്നെ സൈനു, ഇതിലെന്തോ പ്രശ്നമുണ്ട്. ഇതുപോലത്തെ സംഭവം ആദ്യമായിട്ടാ. എനിക്കാണെങ്കിൽ എന്തോ പേടി തോന്നുന്നുണ്ട്. ഒന്ന് അന്വേഷിക്കും സൈനു. എന്തിനന്വേഷിക്കണം? പോകുന്നവർ പോട്ടെ, ആരും ഇറക്കിയൊന്നും വിട്ടതല്ലല്ലോ. ഒന്നും മിണ്ടായില്ലേ? അപ്പച്ചനെ കണ്ടില്ലെങ്കിലേ നാട്ടുകാരും വീട്ടുകാരോടും ഞാൻ എന്തു സമാധാനം പറയുന്ന. സൈനു, എന്തെങ്കിലും ഒന്ന് ചെയ്യ്, എനിക്ക് നല്ല പേടിയാവുന്നു. മിണ്ടാതിരിയാതിരെ, കിളവും പോയ നീയല്ലേ രക്ഷപ്പെട്ടത്? വെറുതെ കിടന്ന് വെച്ച് വിളമ്പണ്ടല്ലോ. അതല്ല സിമി, അപ്പച്ചനെ കാണാനില്ലെങ്കിലേ അതിലെന്തോ പ്രശ്നമുണ്ട്. പിന്നെ ഞാനല്ല കുടുങ്ങാൻ പോകുന്നത്, സിമി തന്നെയാ. നേരത്തെ ഒരു കേസുള്ളത് ഓർമ്മയുണ്ടല്ലോ. അയ്യോ, അതും ശരിയാണല്ലോ. ഇനി ഇതും എന്റെ തലയിൽ വരും. എന്താ കിഴങ്ങനെ പോലെ നോക്കി നിൽക്കുന്നത്? പോയി അന്വേഷിക്കും മനുഷ്യ, ഉത്തരവാദിത്തമുള്ള ഒരു മോൻ. ആദ്യമേ കിളവൻ ഇതുപോലെ പെട്ടിയും കിടക്കി എടുത്തോണ്ട് ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ല സിമി, ഇതാദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം. ഇനി മനമാറ്റം ഉണ്ടായി, ഇനി നന്നാവാൻ വേണ്ടി ധ്യാനത്തിന് വല്ലതും പോയതാണോ? ഏയ് ഇല്ല, അപ്പച്ചൻ ഈ ധ്യാന പരിപാടിയൊക്കെ പണ്ട് എതിരാന്നേ. ഈ വീട് വിട്ട് അപ്പച്ചൻ പുറത്തിറങ്ങത്തില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതിലെന്തോ ദുരൂഹതയുണ്ട്. പിന്നെ സിമി, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, അപ്പച്ചനെ കണ്ടുപിടിച്ചില്ലേല് അമേരിക്ക പോക്കൊക്കെ അങ്ങ് ഗോപിയാവും. അതിരെ, നീ ഒരു കാര്യം ചെയ്യും, താഴെ പോയി തിരി കത്തിക്ക്. നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ എന്റെ കാര്യം പോക്കാം. എടോ, താൻ ഇവിടെ വന്നിരിക്കുകയാണോ? തന്നെ എവിടെയൊക്കെയാണ് അന്വേഷിച്ചെന്നറിയാവോ? എന്താ തന്റെ ഉദ്ദേശം? എങ്ങോട്ടാ യാത്ര? അക്കരയ്ക്കാ. അക്കരയ്ക്ക് വന്ന അവിടെ ആരിയ്ക്കുന്നു? അവിടെ തന്റെ മരിച്ചുപോയ പെൺവാട്ടി ഇരിക്കുന്നോ? അതെ, അക്കരയ്ക്ക്. മരിച്ചുപോയ എന്റെ കുഞ്ഞമ്മയുടെ അടുത്തേക്ക്. എന്താ, താനും വരുന്നോ? ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനം, അതും ഈ കായലിച്ചാടി. താൻ പോടോ. ഞാൻ ഈ കായലിച്ചാടി ചാവാൻ പോയാലേ എന്നെ പിടിച്ച് രക്ഷിക്കാനെങ്കിലും തനിക്ക് പറ്റുമോടോ? താൻ പറയുന്നത് പ്രേതം, പ്രേതം. ഞാനേ എന്നെ കാണാൻ പോവാ. താൻ നാളെ വിളിച്ചു വിട്ട് തന്നെ കാണണമല്ലോ. എടോ, മരിച്ച് ഞങ്ങൾക്ക് ജീവിച്ച് കൊതു തന്നിട്ടില്ല. അന്നേരമാണ് തന്നെ പോലുള്ളവരെ മരിക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്നത്. അത്ര മരിക്കാൻ തനിക്ക് കൊതിയാണെങ്കിലേ ഞാൻ കൊല്ലാമടോ. തന്നെ ഞാൻ പിടിച്ച് കായലിലിടും. ജീവിക്കാനോ എനിക്ക് ഒരുത്തന്റെ സഹായമില്ല, സ്വന്തം മക്കളുടെ പോലും. പിന്നെ മരിക്കാൻ എന്തിനാടോ എനിക്ക് നിന്റെയൊക്കെ സഹായം? താൻ പോടോ, കഥ ജോലി നോക്കി. അപ്പൊ ഞാനിപ്പോ തനിക്ക് ഒരു ശല്യമായി തീർന്നില്ലയോ? ഇനി എടോ ബേബി, എന്റെ മക്കൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നോട് മേലാ പറഞ്ഞേക്കരുത്. എന്റെ പട്ടി വിളിക്കും തന്നെ. എനിക്ക് നീ എല്ലാത്തിനും എന്റെ കുഞ്ഞന്നാമയുണ്ട്. അക്കരയ്ക്ക് ഇരിക്കുന്ന കുഞ്ഞന്നാമ മതിയോടോ എനിക്ക്. തന്റെ സഹായം എനിക്ക് വേണ്ട. താൻ പോടോ. അത് ശരി, ഇപ്പൊ തനിക്ക് കുഞ്ഞന്നാമ ഉണ്ടാക്കിയാൽ മതി. ഞാനങ്ങ് പോവുക. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ ഓർമ്മകളെ. ദൈവമേ, ഇവള് പ്രാർത്ഥിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പച്ചനെ കിട്ടിയില്ലെങ്കിൽ ഇവൾ അകത്താവുന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി കാണും. ഇവൾ അകത്താവുന്നതല്ലല്ലോ പ്രശ്നം. അപ്പച്ചനെ കിട്ടിയില്ലെങ്കിൽ എന്റെ അവിടുത്തെ പണിയല്ലേ പോകുന്നേ.
നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ. അതിരെ കണ്ടോ, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ തന്നെ അപ്പച്ചനെ കിട്ടിയെന്ന് പറഞ്ഞ് സൈനു ആയിരിക്കും വിളിക്കുന്നത്. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. സ്വോത്രമൊക്കെ പിന്നെ പറയാം, ആദ്യം അത് ആരാണെന്ന ഫോൺ എടുത്ത് നോക്ക്. അപ്പച്ചനെ കിട്ടിയല്ലോ, ഇനി പ്രാർത്ഥിക്കണ്ട. ആ തിരി അങ്ങ് അണച്ചേക്ക്, അതിന് വേസ്റ്റ് ആക്കണ്ട. എന്താ മോളെ പറ? ആ കിളവൻ നാട് വിട്ടുപോയി. എന്നാ മോള് രക്ഷപ്പെട്ടല്ലോ. നീ വല്ല കൂടുപത്രം ചെയ്തോ? അയ്യോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങേര് തനിയെ ഇറങ്ങിപ്പോയതാ. എന്നാലും കൊള്ളാം, മോള് രക്ഷപ്പെട്ടല്ലോ. ആ മാറണ ഒഴിഞ്ഞു പോയല്ലോ. പപ്പയെ ഞാൻ വിളിച്ചത് തന്നെ പപ്പ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് പപ്പയുടെയും കൂടി വീടാ. ഇനി പപ്പയെ ഞാൻ എവിടെയും വിടത്തില്ല. പപ്പ ഇവിടെ താമസിച്ചാൽ മതി എന്നോടൊപ്പം. ഇത് പപ്പയുടെയും കൂടി വീടാണ്. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ മേല. ഞാൻ അങ്ങോട്ട് വരുവാ. ഞാനിതാ എത്തി മോളെ. ഓക്കെ, ശരി പപ്പ. എന്നാ അതിരെ പാടക്കണ്ട, നീ തിരി കത്തിക്ക്. വീണ്ടും പ്രാർത്ഥന തുടങ്ങാം. സൈനു അല്ല വിളിച്ചത്, അപ്പച്ചനെ കിട്ടിയില്ല. കമ്പനിക്കാരെന്നെ വിളിച്ചു. അതിനെ നിക്ക്, കത്തിക്കാൻ വരട്ടെ. ഞാൻ പോയി നോക്കട്ടെ. സൈനു ചിലപ്പോ അപ്പച്ചനെയും കൊണ്ട് വന്നതായിരിക്കും. വെറുതെ ഒരു തീക്കൊള്ളി കളയണ്ട. അപ്പച്ചനെ കണ്ടോ? ഇല്ല, ഞാൻ ഒരിടത്തും അപ്പച്ചനെ കണ്ടില്ല. ഞാൻ ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? അപ്പച്ചനെ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്നാ പിന്നെ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പച്ചനെ നോക്കി ഇത്രയും കിടന്ന് അറിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ. പ്രാർത്ഥന നിർത്ത്. വിളിക്കുന്നുണ്ട്. ഹലോ, ആ അപ്പച്ചനോ? ആ, ഓക്കെ ഓക്കെ, ശരി, താങ്ക്സ്. മേനകുളത്തെ ഒരു കടക്കാരനാ കേട്ടോ. നമ്മളെ അപ്പച്ചനെ അവിടെ കണ്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടോ? ഓ, രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആ പന്ന കിളവൻ കാരണം ഞാൻ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വന്നേന്. ആതിരെ, ആ തിരി അണച്ച് പായം മടക്കി വെച്ചേക്ക്. ആതിരെ, ബെല്ലടിക്കുന്നു. നീ കഥ. അയ്യോ, ഇത് അപ്പച്ചനല്ല, സിമിയുടെ പപ്പയാ. എന്നാലും മോനെ സൈനു, ഇത് എപ്പോ സംഭവിച്ചടാ? എപ്പോഴാണ് അറിഞ്ഞത്? നീ ഇത് എങ്ങനെ സഹിക്കൂടാ? എന്തോന്ന്? നീ വന്ന് എന്നെ തിരക്കിയെന്ന് കടക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞു. എന്നാലും ഒരു പ്രതിസന്ധി വന്നപ്പോ നീ എന്നെ തന്നെ വന്ന് തിരക്കിയല്ലോ മോനെ. ഞാൻ തിരക്കി വന്നത്. വേണ്ട വേണ്ട, എനിക്കറിയാം മോനെ. അപ്പച്ചന്റെ ഫോട്ടോ വല്ല ഇരിപ്പുണ്ടോ? എന്തിനാ? പത്രത്തിൽ കൊടുക്കാൻ. കാണാനില്ലാന്ന് പറഞ്ഞു കൊടുക്കാനോ? ചരമക്കുളത്തിൽ ഇടണ്ടേ? നല്ലൊരു ഫോട്ടോ എടുത്തിട്ടോ. മനുഷ്യൻ ഭ്രാന്തെടുത്ത് നിൽക്കുമ്പോഴാ പിടിച്ചത് പോലെ അകത്തോട്ട്. മോനെ, കല്ലറ ഉണ്ടോടാ? കുഴിയെടുക്കണ്ടേ? നീ ഒന്നും അറിയണ്ട, എല്ലാം അപ്പ ശരിയാക്കാം. പപ്പ ഓവറാക്കല്ലേ, അങ്ങേര് ചത്തിട്ടില്ല. ഇല്ലടി മോളെ, അയാൾ മരിച്ചു. എനിക്ക് ഉറപ്പാ. എത്രയോ പ്രാവശ്യം പറഞ്ഞു, ജീവിതം മടുത്തു, എനിക്ക് അന്നാമ്മയുടെ അടുത്ത് പോയാ മതിയെന്ന്. സൈനു കൂടെ വന്നേ, ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പച്ചന്റെ തിരുവനന്തപുരത്ത് രണ്ടിനും നല്ല പങ്കുണ്ട്, ഉറപ്പാ. അപ്പച്ചന്റെ ശവസംസ്കാരം കൂടെ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് കണ്ടില്ലേ? എനിക്കറിയത്തില്ല, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? കാണാതായവരും അതിന് പിന്നെ പ്രവർത്തിച്ചവരും എല്ലാം എന്റെ ബന്ധുക്കാരാണല്ലോ. സൈനു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അപ്പച്ചന് എന്തെങ്കിലും സംഭവിച്ചാ ഒന്നിനും ഞാൻ വെറുതെ വിടൂല. എന്റെ പൊന്നു സൈനു, അപ്പച്ചന് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യ്. ഞാൻ എന്തോ ചെയ്യാനാ? ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമില്ല, പോകാത്ത ഇടവില്ല. ഇത്രയും മക്കളുണ്ടായിട്ട് ഇതെല്ലാം കൂടി എന്റെ തലയിലാണല്ലോ എന്ന് പറയുമ്പോഴാ എനിക്കൊരു വിഷമം. പപ്പ, പ്രശ്നമാവോ? അതിന് സൈനുവിനോട് കുനുകുനാ അടക്കം പറയുന്നു. അടക്കം കഴിഞ്ഞ് പൊതി കൊടുക്കണം. അതിൽ 10 കൂട്ടം പലഹാരം വേണം, പാട്ടും വേണം, മുത്തുക്കുടയും വേണം. നമ്മുടെ കുടുംബമായിട്ട് അടിപൊളി ഒരു റീത്ത് കൊടുക്കണം. എല്ലാരും ഒന്ന് കാണട്ടടി. എന്തോന്നാ പപ്പ ഈ പറയുന്നത്? ആദ്യം അങ്ങേരെ ബോഡി ഒന്ന് കിട്ടട്ടെ, അതിനുശേഷം മതി മുത്തുക്കുടയും പൊതിയും ഒക്കെ. ആ കിളവൻ എന്റെ പേര് വല്ലതും എഴുതി വെച്ചിട്ടാണോ പോയെന്നറിയില്ല. അങ്ങനാണെങ്കിൽ ഞാൻ അകത്താവും പപ്പ. അങ്ങനെ ഉണ്ടാവരുത് മോളെ. അപ്പച്ചന്റെ കൈ അക്ഷരത്തിൽ നമുക്കൊരെണ്ണം എഴുതി വെച്ചാലോ? എന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ മാത്രമെന്ന്. ഉഗ്രൻ ഐഡിയ. നമ്മളിപ്പോ രക്ഷപ്പെടുകയും ചെയ്യും. കൂടുതൽ
അപ്പച്ചൻ രാവിലെ ബാഗും തൂക്കി എങ്ങോട്ടാ യാത്ര? രാവിലെ പത്രം ഇടാൻ വന്നപ്പോൾ അപ്പച്ചനെ കണ്ടില്ലല്ലോ. അക്കരയ്ക്കാ. അപ്പച്ച അക്കരയ്ക്കെന്ന് പറഞ്ഞു? അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. എങ്ങനെ അപ്പച്ച? ഭയങ്കര ഓളമാണല്ലോ. ഓളങ്ങൾ കണ്ടു ഞാൻ ഭയപ്പെടില്ല. ഇതൊരു പാട്ടിലെ വരികയാണല്ലോ. അപ്പച്ചൻ എല്ലാം പാട്ടുകളുടെ മറുപടി തന്നെ. എന്തോ കുഴപ്പമുണ്ട്. അപ്പച്ചന് വട്ടായോ? എന്തായാലും സൈനുവിനെ വിളിച്ചോണ്ട് ചോദിക്കാം. സൈനു, അപ്പച്ചൻ താണ്ട് ഇവിടെ കടവ് വന്നിരുന്നു പാട്ടും പാടി പിടിക്കുന്നു. കയ്യിലൊരു ബാഗും ഉണ്ട്. ഞാൻ ചോദിച്ചപ്പോ അക്കരയ്ക്ക് പോവാണെന്ന് പറഞ്ഞു. എവിടെ പോവാണ് സൈനു? അയ്യോ, അങ്ങനാണോ സംഭവം? വേണ്ട വേണ്ട, സൈനു ഇങ്ങോട്ട് വരണ്ട. ഞാൻ അപ്പച്ചനെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് കൊണ്ടുവരാം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അപ്പച്ച, ഇന്നിനും ബോട്ടില്ല. ഞാനിപ്പോ വിളിച്ചു ചോദിച്ചപ്പച്ച, ഇന്ന് അവര് സമരത്തിലാന്ന് പറയുന്നത്. അയ്യോ, ഞാനെങ്ങനെ ഇനി സിയോനിലേക്ക്? അപ്പച്ച, അതിനാണോ പാട്? ട്രെയിനും ബസ്സും എല്ലാം ഉണ്ടല്ലോ. ഓളങ്ങളൊന്നും ഇല്ലാത്ത വന്ദേ ഭാരതി കയറ്റി ഞാൻ അപ്പച്ചനെ അക്കരയ്ക്ക് എത്തിക്കത്തില്ലേ? ആണവനെ, വന്ദേ ഭാരത് കിട്ടൂടാ. എനിക്ക് മാർഗം പ്രശ്നമല്ല, എന്റെ ലക്ഷ്യം സിയോനാണ്. എനിക്ക് സിയോനിലെത്തണം. എന്നാ വാമനെ വാപ്പച്ച. അത് കറക്റ്റ് സമയത്ത് കിട്ടിയാൽ മതിയായിരുന്നു. എടാ, ഇതെന്റെ വീടല്ലയോ? നീ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് നൈസായിട്ട് അങ്ങ് പറ്റിച്ചല്ലേ. അപ്പച്ച, അപ്പച്ചന്റെ സിയോൺ ഇതല്ലേ? എന്നും ഇതായിരിക്കണം അപ്പച്ചന്റെ സിയോൺ. ഈ പോടാവേ, നിന്നെ കാണിച്ചു തരാം കേട്ടാ. എന്റെ പൊന്നപ്പച്ച, നിങ്ങളിത് എവിടെയായിരുന്നു? ഞങ്ങൾ ഇനി നോക്കാൻ ഒരു സ്ഥലമില്ല ബാക്കി. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ പൊന്നു തമ്പുരാനെ, ഇതെന്ത് മറുപടിയാ? എന്ത് ഉദ്ദേശമുണ്ട്? എന്തെങ്കിലും അവിടെ തിരിച്ചു വന്നല്ല, എന്റെ പണിയും പോവാതെ രക്ഷപ്പെട്ടു. അതിനെ അപ്പച്ചൻ വന്നോ? അപ്പച്ചൻ എന്നിട്ട് എന്തിയെ? നിന്നോട് എന്ത് പറഞ്ഞു? വന്നു, അകത്തോട്ട് പോയിട്ടുണ്ട്. വളരെ കൂളായിട്ടാ പോയേക്കുന്നേ. ഒരു ദിവസമില്ല. എവിടെ പോയെന്ന് നീ ചോദിച്ചില്ലേ? ചോദിച്ചു, വളരെ കൃത്യമായ മറുപടി കിട്ടി. അതിന് പറ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. കാര്യം ചോദിച്ചപ്പോ പാട്ട് പാടുന്നോടി. ഞാൻ ചോദിച്ചപ്പോ ഈ മറുപടി തന്നെ കിട്ടിയത്. പട്ടായി കാണും, പിന്നെ അല്ലാതെ എന്ത്? പട്ട് കാണിക്കുകയാണെങ്കിലേ മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുന്ന വിധം ഞാൻ കാണിച്ചുതരാം. എല്ലാരും വാ. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിപ്പാൻ കഴിവുള്ള